ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിയുമായിട്ട് എങ്ങനെയാണ് ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ 1 ടീസ്പൂൺ ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്ന 1 ടീസ്പൂൺ കോൺഫ്ലവറും 2 ടീസ്പൂൺ മൈദാപ്പൊടിയും കൂടിയാണ്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് കട്ടി കൂടാനും പാടില്ല ഈ ബാറ്ററിന്, എന്നാൽ ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കോട്ടിങ് നമ്മുടെ കോളിഫ്ലവറിലൊന്ന് പിടിക്കണം. ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന കോളിഫ്ലവർ കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം ഒരു ചീനിച്ചട്ടി വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ തയ്യാറാക്കി വെച്ച് ബാറ്ററിൽ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കാം. ഒരു വശം ഒന്ന് ഗോൾഡൻ കളറായി വന്നാൽ തിരിച്ച് മറിച്ച് വിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ക്രിസ്പിയായി വരുന്നത് വരെ ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായി ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിന് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള കോളിഫ്ലവറും കൂടെ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലാസ്റ്റ് ഈ കോളിഫ്ലവർ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് 2 വറ്റൽമുളകും കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് ക്രിസ്പിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.